ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ എഞ്ചിന് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു കണക്ടർ ലേത്തി കൊടുത്ത് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സാധനമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വീലിൻ്റെ ഹബ്ബാണ്. ഇതിലാണ് നമ്മൾ ആക്ച്വലി വീലിടുന്നത്. അവിടോട്ടാണ് നമ്മളിപ്പം ഈ ചെയിനിൻ്റെ സോക്കറ്റ് വെൽഡ് ചെയ്ത് ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം നിങ്ങളെൻ്റെ ഈ ചാനൽ വിസിറ്റ് ചെയ്താൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത രസകരമായ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രിക് കാർ മേക്കിംഗ് വീഡിയോസ്, ഇലക്ട്രിക് ബൈക്ക് മേക്കിംഗ് വീഡിയോസ്, റിമോട്ട് കൺട്രോൾ കാർ മേക്കിംഗ് വീഡിയോസ്, റീസ്റ്റോറേഷൻ വീഡിയോസ്, തുടർന്നും നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത ഈ സാധനം എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സാധാരണ കയറ്റി ഇടുന്ന പോലെ തന്നെ കയറ്റി ഇടുന്ന ഇതിൽ. അപ്പോൾ അതുപോലെ ഇത് ഹബ്ബാണ്. ഇത് ഹബ്ബ് നമ്മൾ നോർമൽ കയറ്റി ഇടുന്ന പോലെ കയറ്റിയിടാം. എന്നിട്ട് ഈ വാഷറും ഈ നട്ടും വെച്ച് നല്ലതായിട്ട് മുറുക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ ചെയിൻ കണക്ട് ചെയ്യാനുള്ള സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയിൻ ഇട്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഇത് വെക്കുമ്പം കറക്റ്റായിട്ട് ലെവലായിരിക്കണം, ഒട്ടും ചരിയാൻ പാടില്ല. ഇപ്പോൾ എൻജിൻ ചേസ് വെക്കണമെങ്കിൽ ഇത് ഫൗണ്ടേഷൻ ആവശ്യമാണ്. ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുലുക്കും. അപ്പോൾ നമ്മൾ ഇത് എൻജിൻ വെക്കാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രണ്ട് ഹോളിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ നട്ട് ഇടുന്നത്. ഈ സൈഡിൽ എൻജിനിൽ നിന്നുള്ള ഒരു നട്ടും വരുന്നുണ്ട്. പിന്നെ സൈഡിൽ സൈലൻസറ എന്നുള്ളൊരു നട്ട് ഇടാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് പെയിന്റ് അടിക്കാം. പെയിന്റ് അടിച്ചാൽ ഇത് തുരുമ്പടിച്ച് കുളവാകും. സ്പ്രേ പെയിന്റ് ആണ്, മാറ്റ് ബ്ലാക്ക് പെയിന്റ് ആണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൻജിൻ എടുത്ത് ഫൗണ്ടേഷൻ്റെ മണ്ടയ്ക്ക് വെക്കാം. ഗൈസ്, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.